നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര ഭിന്നശേഷി ഹോസ്റ്റലിലെ 10 വയസ്സുകാരൻ ചികിത്സയിൽ. ഒരു മരണം കോളറ ബാധിച്ചെന്ന് സംശയം. ചികിത്സയിലുള്ള 16 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാര്യയെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകം സ്വകാര്യ ഭാഗങ്ങളിൽ ക്രൂരമായി മർദ്ദിച്ച് മരിച്ചത് തമിഴ്നാട് സ്വദേശിനി സെൽവി. ഭർത്താവ് പിടിയിൽ. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണം. കാലടി പ്ലാന്റേഷനിലെ റേഷൻ കട ആക്രമിച്ചു. ഇടുക്കിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. അതിരപ്പിള്ളിയിൽ 1 മണിക്കൂറിലധികം റോഡിൽ നിലയുറപ്പിച്ച് കബാലി. തേവര കുണ്ടന്നൂർ പാലത്തിലെ അറ്റകുറ്റപ്പണി നീട്ടിവച്ചു. തീരുമാനം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ഗതാഗത നിയന്ത്രണം നീക്കി. വിഴിഞ്ഞത്ത് കപ്പലെത്താൻ ഇനി 2 ദിവസം ബാക്കി. നാളെ രാത്രിയോടെ തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ നങ്കൂരമിടും. വിഴിഞ്ഞത്തും പരിസരത്തും കനത്ത സുരക്ഷ. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് മരണമെന്ന് സംശയം. നെയ്യാറ്റിൻകര ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസിയായ ആര്യനാട് സ്വദേശി അനു ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അനുവിനൊപ്പം വയറിളക്കം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചു. 6 പേരെ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. ഭർത്താവ് തമിഴാണ് ഭാര്യയെ മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയത്. സ്വകാര്യ ഭാഗങ്ങളിൽ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി 50 വയസ്സുള്ള ഷെൽവിയെ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലം പുനലൂരിൽ ബൈക്ക് അപകടത്തിൽ 4 യുവാക്കൾക്ക് പരിക്ക്. പുനലൂർ അഞ്ചൽ പാതയിൽ കരവാളൂർ കനാൽമുക്കിലായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. പാലക്കാട് വെള്ളിനേഴിയിലാണ് വീട്ടിലെ ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയും കുഞ്ഞുമാണ് മരിച്ചത്. പശുഫാമിലെ തൊഴിലാളിയായിരുന്നു മരിച്ച യുവതി. തിരുവനന്തപുരം പൂവച്ചൽ ഉണ്ടപ്പാറയിൽ കിണറ്റിലേക്ക് ചാടി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി കുടുംബം. നിഷയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്തൃവീട്ടുകാരുടെ പീഡനമെന്നാണ് ആരോപണം. സ്ത്രീധനത്തിന്റെ പേരിലുള്ള നിരന്തരമായ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നുവെന്ന് യുവതിയുടെ പിതാവ് നാസർ പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് 28 വയസ്സുള്ള നിഷ വീടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തത്. ആലപ്പുഴയിൽ കടയ്ക്കുള്ളിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് പിടിയിൽ. കായംകുളം സ്വദേശി ബിജു ആണ് പിടിയിലായത്. മുക്കവലയിലെ സൈഫുദ്ദീന്റെ കടയിൽ രാവിലെ 11 മണിയോടെ പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തിയ യുവാവ് പെട്രോൾ ദേഹത്തൊഴിക്കുകയായിരുന്നു. കടയുടമയുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത്. കായംകുളം പോലീസ് എത്തി ബിജുവിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അങ്കമാലിയിൽ കിടപ്പുമുറിക്ക് തീപിടിച്ച് 4 പേർ മരിച്ചത് ആത്മഹത്യയെന്ന് സൂചന. കിടപ്പുമുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ, മക്കളായ ജോവാന, ജസ്വിൻ എന്നിവർ മരിച്ചത്. അങ്കമാലിയിലെ ബിനീഷ് കുര്യന്റെയും കുടുംബത്തിന്റെയും മരണം അത് ആത്മഹത്യയാണ് എന്ന നിലപാടിലേക്കാണ്, അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. ഇതിന് ആധികാരികമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ കൂടി ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. ബിനു കുര്യന് ഇയാൾക്ക് ബിസിനസ് സംബന്ധമായ ഒരു വീഴ്ച, സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ പെട്രോൾ വാങ്ങുന്നത് ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ക്യാനുമായി പെട്രോൾ പമ്പിൽ നിന്ന് വരുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളുടെ CCTV ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് കുടുംബം ഇത് ആത്മഹത്യയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞിരുന്നത് വീടിന്റെ മുകൾ നില, ഇവർ താമസിച്ചിരുന്നത് വീടിന്റെ മുകൾ നിലയിലായിരുന്നു. നിലയിൽ പൂർണ്ണമായും തന്നെ അവർ
മുറി അടക്കം വീട്ടുപകരണങ്ങളടക്കം വെന്തുപോകുന്ന രീതിയിലായിരുന്നു. അത്ര കണ്ട് തീ പടർന്നിരുന്നു. ഇതിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന്റെ ഒരു കാരണമെന്ന രീതിയിലൊരു വിലയിരുത്തലാണ് തുടക്കമുണ്ടായിരുന്നത്. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളോ മറ്റോ ഒന്നും തന്നെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നത്. അവർക്ക് ഇതായിരുന്നു അറിയാമായിരുന്നതും. എന്നാൽ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയല്ല സാമ്പത്തിക സ്ഥിതി എന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അത് ഇതിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ വീട് മൊത്തമായും കത്തിപ്പോകുന്നൊരവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. ആ ഒരു അന്വേഷണത്തിൽ വീട്ടിൽ നിന്നിന്റെ മുറിക്കകത്ത് നിന്ന് ലഭിച്ച ക്യാനിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇങ്ങനെ പെട്രോൾ ഇതിവിടെ കരുതിയിരുന്നതായുമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇത് സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതുകൂടി എത്തുമ്പോൾ മാത്രമാണ് പോലീസ് ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ആത്മഹത്യയാണ് ഇവിടെ സംഭവിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്. പാലക്കാട് തൃത്താലയിലെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. കഞ്ചാവ്, അനധികൃത മദ്യം, വാഷ് എന്നിവ പിടിച്ചെടുത്തു. കൂടല്ലൂർ സ്വദേശി സലിം, പെരിങ്ങോട് സ്വദേശി ബാലചന്ദ്രൻ എന്നിവർ പിടിയിലായി. അറസ്റ്റിലായ പ്രതികളുടെ മേൽ പിഴ ചുമത്തി. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നീർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസം നീർക്കുന്നത് ബാറിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് ബണ്ടിച്ചോർ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ബണ്ടിച്ചോർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് ഹിന്ദി അറിയാവുന്ന 2 മലയാളികളുമായി, ആലപ്പുഴ സ്വദേശികളുമായി ഇയാൾ സംസാരിച്ചിരുന്നു. കുറെ നേരം സംസാരിക്കുകയും നേവി ഉദ്യോഗസ്ഥനാണ് എന്നുള്ള രീതിയിൽ ID കാർഡ് അടക്കം കാണിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ച അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ഇയാൾ പോയ ശേഷം ഇത് ബണ്ടിച്ചോർ അല്ലേ എന്ന് സംസാരിച്ച ചെറുപ്പക്കാരോട് പറഞ്ഞത്. തുടർന്ന് ഇവര് യൂട്യൂബ് ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. യൂട്യൂബ് ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇത് ബണ്ടിച്ചോർ ആണ് എന്നുള്ള ഏറെക്കുറെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇവർ എത്തുകയും ഇവർ അമ്പലപ്പുഴ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ CCTV പരിശോധനകളിൽ ഇത് ബണ്ടിച്ചോർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും പോലീസ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഈ വിഷ്വൽസ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകൾക്ക് ഇത് തിരിച്ചറിയത്തക്ക രീതിയിൽ ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ആലപ്പുഴയിൽ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. മറ്റ് വിവരങ്ങളൊന്നും ഇവർക്ക് ലഭ്യമായിട്ടില്ല. ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭ്യമായ വിവരം എവിടെയോ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാൾ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആലപ്പുഴയിൽ ഒരു ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങളും ഓഫീസും തകർത്താണ് മോഷണം. 4 ഭണ്ഡാരങ്ങളിൽ നിന്നായി 5000-ഓളം രൂപ നഷ്ടമായി. പട്ടാമ്പി പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി മൂന്നാറിൽ ഇന്നും അപകടയാത്ര. മാട്ടുപ്പെട്ടി റോഡിലാണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ കാറിൽ അപകടയാത്ര നടത്തിയത്. കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് വടകര തലശ്ശേരി ദേശീയപാതയിൽ മടപ്പള്ളിയിൽ സീബ്ര ലൈൻ വഴി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെയുണ്ടായ അപകടത്തിൽ മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥിനികളായ ശ്രേയ, ദേവിക, ഹൃദ്യ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. കണ്ണൂർ തൃശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ എന്ന ബസ്സാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിലെ കിണറ്റിലകപ്പെട്ട കേഴമാനെ വനപാലകർ രക്ഷപ്പെടുത്തി. കോന്നി തണ്ണിത്തോട് മേടപ്പാറയിലാണ് സംഭവം. മേടപ്പാറ സ്വദേശി ഷേർലിയുടെ വീട്ടിലെ കിണറ്റിലാണ് കേഴമാൻ അകപ്പെട്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തിയാണ് മാനിനെ രക്ഷിച്ചത്.
തൃശൂർ അതിരപ്പിള്ളിയിൽ റേഷൻ കട ആക്രമിച്ച് കാട്ടാന. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി ഡിവിഷനിലെ 9-ാം ബ്ലോക്കിലാണ് സംഭവം. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് കാട്ടാനെ ആക്രമിച്ചത്. ഇടുക്കിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടള ചെണ്ടുവാര മേഖലയിൽ കഴിഞ്ഞ 15 ദിവസമായി കറങ്ങി നടന്നിരുന്ന പടയപ്പയാണ് കഴിഞ്ഞ ദിവസം അരുവിക്കാട്ടിൽ എത്തിയത്. പടയപ്പയെ വനംവകുപ്പ് കാട് കയറ്റാൻ ശ്രമിച്ചെങ്കിലും ആന ജനവാസ മേഖലയിൽ നിന്ന് മാറിയില്ല. തൊഴിലാളികൾ കൃഷി ഇറക്കുന്ന അടുക്കളത്തോട്ടങ്ങളും ആന നശിപ്പിച്ചു. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. ഇന്നലെ വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ ആന പരിഭ്രാന്തി പരത്തി. ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തതോടെ നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. തൃശൂരിൽ ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തയാളെ പാപ്പാൻ ക്രൂരമായി ആക്രമിച്ചെന്ന് പരാതി. നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ അനീഷാണ് പുതുശ്ശേരി സ്വദേശി രാധാകൃഷ്ണനെ ആക്രമിച്ചത്. അനീഷ് തോട്ടി ഉപയോഗിച്ച് ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. തോട്ടി ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തുടർന്ന് നെറ്റിയിൽ പരിക്കേറ്റ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ചുരം കയറുകയായിരുന്ന കാറാണ് 9-ാം വളവിന് താഴെ കത്തിനശിച്ചത്. കാറിന് മുന്നിൽ നിന്നും പുക ഉയരുന്നത് കണ്ട യാത്രക്കാർ പുറത്തിറങ്ങിയതോടെ വൻ ദുരന്തം ഒഴിവായി. കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും കാർ കത്തിനശിച്ചിരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6:30യോടെയായിരുന്നു സംഭവം. മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന രാജേഷ്, മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. റോഡിൽ തളർന്നു വീണ വയോധികന് രക്ഷകരായെത്തിയ കുട്ടിക്കൂട്ടം താരങ്ങളാകുന്നു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിശന്ന് തളർന്ന അബോധാവസ്ഥയിലായ വയോധികന് ഭക്ഷണവും പരിപാലനവും നൽകി മാതൃകയായത്. വിശന്നു വലഞ്ഞ് റോഡിൽ തളർന്നു വീണ വയോധികനെ പരിപാലിച്ച് ഭക്ഷണം നൽകി രക്ഷകരായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരിക്കുകയാണ്. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ 8-ാം ക്ലാസ്സുകാരായ 10 വിദ്യാർത്ഥികളാണ് രക്ഷകരായത്. ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വയോധികൻ ബോധരഹിതനായി സംസ്ഥാന പാതയിൽ വീണുകിടക്കുന്നതാണ് ഇവർ കണ്ടത്. മടിച്ചു നിൽക്കാതെ വിദ്യാർത്ഥികൾ ഓടിയെത്തി വാഹനങ്ങൾക്കിടയിൽ നിന്നും അയാളെ റോഡരികിലേക്ക് മാറ്റിക്കിടത്തി. അബോധാവസ്ഥയിലായിരുന്ന വയോധികന് സ്കൂൾ ബാഗ് തലയിണയാക്കി. ബാഗിലുണ്ടായിരുന്ന കുപ്പി തുറന്ന് മുഖത്ത് വെള്ളം തെളിപ്പിച്ചു. കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികൾ വേഗം അധ്യാപകരെ വിവരമറിയിച്ചു. ഇന്നലെ ഞങ്ങള് ഊണ് കഴിച്ചിട്ട് അവിടെ കൈ കഴുകിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മൾ 2 കുട്ടികൾ ഓടി വന്നിട്ട് സാർ അവിടെ റോട്ടിൽ ഒരാൾ വീണ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സജിത്ര സാറും കൂടിയിട്ട് പെട്ടെന്ന് റോഡിലേക്ക് പോയിരുന്നു. കുട്ടികൾ അവിടെ ചെന്നപ്പോ ഈ വീട് കിടക്കുന്ന ഒരു വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് റോഡിന്റെ സൈഡിലേക്ക് മാറ്റി. ബോധം തെളിഞ്ഞയുടൻ തൊട്ടടുത്ത കടയിലെത്തിച്ച് ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും വാങ്ങി നൽകിയതോടെ വൃദ്ധന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. അല്പസമയം വിശ്രമിച്ച ശേഷം അപരിചിതനായ വയോധികന് ബസ് കാശും നൽകി യാത്രയാക്കി. ഗോകുൽകൃഷ്ണ, അനന്തുകൃഷ്ണ, ഹരിദേവ്, അശ്വിൻ ചന്ദ്ര, അനശ്വർ, വിധുകൃഷ്ണ, ശ്രേയസ്, ശ്യാം ശേഖർ, മുഹമ്മദ് റസാൻ, മനുരാജ് എന്നിവരാണ് താരങ്ങളായത്. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം.
തിരുവനന്തപുരം വർക്കലയിലും സമീപ പ്രദേശങ്ങളിലും മത്സ്യത്തിൽ കടൽമണ്ണ് വിതറിയുള്ള കച്ചവടം വ്യാപകമാകുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇത്തരത്തിലുള്ള മത്സ്യക്കച്ചവടം. തിരുവനന്തപുരം വർക്കലയിലെ പ്രധാന മത്സ്യ മാർക്കറ്റാണ് പുന്നമൂട് മാർക്കറ്റ്. ദിനംപ്രതി 100 കണക്കിന് ആൾക്കാരാണ് മത്സ്യം വാങ്ങാൻ മാർക്കറ്റിലെത്തുന്നത്. വിൽപ്പനക്കാർ മത്സ്യത്തിന്റെ മുകളിൽ കടൽമണ്ണ് വിതറിയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. പഴകിയ മത്സ്യങ്ങളിൽ പോലും മണൽ വിതറി ഫ്രഷ് മത്സ്യം ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിൽപ്പന. വർക്കല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലുമായി 10ലേറെ മാർക്കറ്റുകളിലാണ് ഇത്തരത്തിൽ കച്ചവടം നടക്കുന്നത്. തീരത്തുനിന്നും ഇതിനായി മണൽ വൻതോതിൽ ശേഖരിക്കുന്നുമുണ്ട്. വൃത്തിഹീനമായ സ്ഥലത്തു നിന്നാണ് ഈ മണൽ വാരിക്കൊണ്ട് വരുന്നതും ആ വൃത്തിഹീനമായ ഈ മണൽ ഈ മത്സ്യത്തിലിടുകയും അതിൽ അണുക്കൾ പ്രവേശിച്ച് അത് നമ്മൾ വാങ്ങി അതിനെ കറി വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളെക്കുറിച്ചും ഇവിടെ പലരും പത്രത്തിലൂടെയും മറ്റും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് മത്സ്യം പിടിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായി കാണുന്നില്ല. ശുദ്ധമായ ജലത്തിൽ നിർമ്മിക്കുന്ന ഐസ് കട്ടകൾ വേണം മത്സ്യത്തിൽ ഉപയോഗിക്കേണ്ടതെന്നാണ് നിർദ്ദേശം. 1 കിലോ മത്സ്യത്തിന് 1 കിലോ ഐസ് കട്ടകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെടാറില്ല. മണൽ വിതറിയുള്ള മത്സ്യങ്ങളാണ് വീടുകളിൽ എത്തിച്ചും വിൽപ്പന നടത്തുന്നത്. ഇത് കഴിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നിരവധി തവണ മാർക്കറ്റിലെത്തി പരിശോധന നടത്തി പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്നും 115 കിലോ എത്തത്. മത്സ്യവിൽപ്പനക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണമെന്നും പഴകിയ മത്സ്യം വിൽപ്പന നടത്തുന്നവരെയും മത്സ്യത്തിനു മുകളിൽ മണൽ വിതറി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വർക്കല. ഇടുക്കി പശുപ്പാറയിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിന് തുടക്കം. വാഴൂർ സോമൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബ് ലൈബ്രറിയുമായി സഹകരിച്ച് സാന്ത്വനം കുവൈറ്റാണ് പാലിയേറ്റീവ് കെയർ സെന്റർ തുടങ്ങിയത്. 30 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം. സാന്ത്വനം കുവൈറ്റിന്റെ മുൻ പ്രസിഡന്റ് PN ജ്യോതിദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് KP അഭിലാഷ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിക്സൺ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീലാമ ജോസ്, സാന്ത്വനം ഓഡിറ്റർ സുനിൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം. പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത്. ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ തീരുമാനം. ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. ജില്ലയിലാകെ 30,000-ഓളം പട്ടയാപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയം ലഭിക്കാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ്. 2 മാസം മുൻപുണ്ടായ ഉഷ്ണതരംഗത്തിൽ 6200 കർഷകരുടെ ഏലം കൃഷിയാണ് നശിച്ചത്. ശരാശരി 11.85 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പട്ടയമില്ലാത്ത ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂരിഭാഗം കർഷകരും അപേക്ഷ നൽകിയിരുന്നില്ല. കരമടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത്. നഷ്ടപരിഹാരത്തിന് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷിവകുപ്പിന്റെ നിഗമനം. കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ 10,000-കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും 1000-കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ്. ഇത്തരമൊരു തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ
കൃഷി വകുപ്പ് മന്ത്രി സഖാവ് വി പ്രസാദിനെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാന്തല്ലൂർ മേഖലയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം. കേരളം രൂപവൽകൃതമായതിനു ശേഷം സംസ്ഥാന അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആദ്യ അണക്കെട്ടാണിത്. കാർഷിക മേഖലയിലുള്ള ജലസേചനം, കുടിവെള്ളം എന്നിവ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതി കൂടിയാണ് ഇത്. 2014 പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. 10 വർഷം കഴിഞ്ഞിട്ടും 70% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. കാവേരി ട്രൈബ്യൂണൽ വിധി പ്രകാരം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന 3 TMC വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം. ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ വിധിയുടെ കാലാവധി 2032 അവസാനിക്കും. മന്നവൻ ചോലയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി 38.2 മീറ്റർ ഉയരവും 140 മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത്. കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുമെന്നിരിക്കെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. കാന്തല്ലൂർ പഞ്ചായത്തിൽ പട്ടിശ്ശേരി ഡാം നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളോളായി. ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും കൃഷിക്ക് ആവശ്യമായ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിൽ ഇപ്പോൾ ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരൾച്ചകൾ വരുന്ന സമയത്തും മഴയില്ലാതൊക്കെ വന്നപ്പോഴും ഈ ഡാം പണിതിരുന്നെങ്കിൽ കർഷകർക്ക് വളരെയേറെ ഉപകാരമായേനെ. പട്ടിശ്ശേരി ഡാമിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ പണി പൂർത്തീകരിച്ച് കർഷകർക്ക് ആവശ്യമുള്ള വെള്ളവും കുടിവെള്ളവും മറ്റും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത്. ഇതിനിടയിൽ കരാറുകാരൻ 2 തവണ കരാറിന്റെ അടങ്കൽ തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യമുയർത്തി പണി നിർത്തിവെച്ചു. തുടക്കത്തിൽ 24 കോടി രൂപയായിരുന്നു അടങ്കൽ തുക. തുടർന്ന് 46.8 കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൽകി. പണി തുടങ്ങിയെങ്കിലും വീണ്ടും തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്തെത്തി. പിന്നെയും കൂട്ടി 66 കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ 14 കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു. സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് മുന്നോട്ടു പോക്കുണ്ടായില്ല. ന്യൂസ് 18 ഇടുക്കി. ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് നാരായണ പിഷാരടി ക്ലാസ് എടുത്തു. മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് അശോക് എം ചെറിയാൻ, അഡ്വക്കേറ്റ് ടി.എ. ഷാജി, അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ്, അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കൈവിരലിൽ കുടുങ്ങിയ മോതിരം ഫയർ സ്റ്റേഷനിലെത്തി മുറിച്ചു നീക്കി. സ്റ്റീൽ മോതിരം കൈവിരലിൽ നിന്ന് അഴിച്ചെടുക്കാനാകാതെ വന്നതോടെയാണ് പാച്ചല്ലൂർ സ്വദേശിയായ യുവതി സഹായം തേടി വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിലെത്തിയത്. റിംഗ്സ് കട്ടർ ഉപയോഗിച്ച് ഫയർഫോഴ്സ് ജീവനക്കാർ മോതിരം മുറിച്ചുമാറ്റി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സതീഷ്, സന്തോഷ് കുമാർ, അനുരാജ്, പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോതിരം മുറിച്ചുമാറ്റിയത്. അങ്ങോട്ട് വിളിച്ചോ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ 2 ദിവസം മാത്രം ബാക്കി. തുറമുഖത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽച്ചാലിൽ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ നാളെ രാത്രി നങ്കൂരമിടും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാകും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക. ആദ്യ ചരക്ക് കപ്പലെത്തുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും. കലാനിലയം സ്ഥിരം നാടകവേദി തിരിച്ചുവരുന്നു. പ്രമുഖ ബിസിനസ് സംരംഭകരായ ഏരീസ് ഗ്രൂപ്പ് കലാനിലയത്തെ ഏറ്റെടുത്തതോടെയാണ് തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച കരാറുകളിൽ ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയിയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭനും ഒപ്പുവച്ചു. കലാനിലയത്തിന്റെ മാസ്റ്റർ പീസ് നാടകങ്ങളായ രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ തുടങ്ങിയവ ഇനി ആധുനിക ദൃശ്യ ശ്രാവ്യ മികവോടെ അവതരിപ്പിക്കപ്പെടും. ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു ബ്രാൻഡ്. Climate change is on our doorstep. It's time for a revolution to take root. And it starts
with 1.4 billion Indians. It starts with one tree. One tree for humanity. One tree for Mother Earth. One tree for a future. Project One Tree, a News 18 Network initiative. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5575 രൂപ, പവന് 44,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. വിശ്വാസത്തിലും ബഹുമാനത്തിലും